പ്രിയപ്പെട്ടവരെ, ഈ പാമ്പിനെ കണ്ടാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും പാമ്പിനെ പേടിയാണ്. നമ്മളൊരു 10 പേരെ എടുത്താൽ 9 പേർക്കും പാമ്പിനെ പേടിയായിരിക്കും. ഒരാളായിരിക്കും ഒരു ധൈര്യശാലിയായിട്ടുള്ള ഒരാൾ. അപ്പോൾ നമ്മൾ ഈ അപ്രതീക്ഷിതമായ ഘട്ടങ്ങളിൽ പാമ്പിനൊക്കെ നേരിൽ കാണേണ്ടി വന്നാൽ, നമ്മുടെ തൊട്ട് മുൻപ് പാമ്പ് കിടന്നാലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളങ്ങ് വല്ലാണ്ടായി പോവില്ലേ? അങ്ങനെ ഒരു കാഴ്ച ഇവിടെ സംഭവിച്ചു. വീട്ടിലോ അതല്ലെങ്കിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ ഓഫീസിലോ സ്കൂളിലോ ഒന്നുമല്ല, ആശുപത്രിയിലാണ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ മൂർഖൻ പാമ്പ്. അതും കാർഡിയോളജി വിഭാഗത്തിലെ ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത്. ഒടുവിൽ ജീവനക്കാരനെത്തി ഈ പാമ്പിനെ പിടികൂടി. നിഖിലുണ്ട് വിവരങ്ങളുമായിട്ട്. നിഖിൽ, ഈ ഒന്നാമത് കാർഡിയോളജി വിഭാഗത്തിൻ്റെ ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭയാനകം. കാരണം മറ്റാർക്കും ഭയപ്പെട്ടു പോവില്ല ഈ ഒരു ഇതിനെ കാണുമ്പോൾ. എങ്ങനെയാണ് ഇതെങ്ങനെ ഉള്ളിൽ കയറി, എങ്ങനെ ഇതിനെ പിടിച്ചു, എവിടെ കൊണ്ട് കളഞ്ഞു, എങ്ങനെയാണ് വിവരങ്ങൾ? സേതു പറഞ്ഞതുപോലെ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ശുചിമുറിയിലാണ് ഇന്നലെ രാവിലെ ഇത്തരത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാർ മൂർഖൻ പാമ്പിനെ കണ്ടത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, പാമ്പ് മാത്രമല്ല, ഒരു എലിയെ പിടികൂടി അതിനെ ചുറ്റി വരിഞ്ഞ് കിടക്കുകയായിരുന്നു പാമ്പ് അവിടെ. അപ്പോൾ ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാർ ശുചിമുറിയിലേക്ക് പോകുന്നു. ആ സമയത്താണ് അവിടെ പാമ്പിനെ കാണുന്നത്. ഉടൻ തന്നെ അവർ പേടിച്ച് പുറത്തേക്ക് ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആശുപത്രി ജീവനക്കാർ എത്തി പാമ്പിനെ പിടികൂടി അവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്തു. ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ തവണയല്ല പാമ്പ് എത്തുന്നത്. അവിടെ നിത്യസന്ദർശകരാണ് പാമ്പുകൾ എന്നുള്ളത് നമ്മൾ പല തവണ വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ നേരത്തെയൊക്കെ വന്നിരുന്നത് വലിയ വിഷമില്ലാത്ത പാമ്പുകളായിരുന്നു എങ്കിൽ ഇപ്രാവശ്യം അതൊരു മൂർഖൻ പാമ്പ് തന്നെയാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തോടടുത്തുള്ള കുറ്റിക്കാടുകളിലും മറ്റും നിരവധി പാമ്പുകളുണ്ട്. അവിടെ നിന്നാണ് ഈ പാമ്പുകൾ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിനകത്തേക്ക് എത്തുന്നത്. പല ഘട്ടങ്ങളിലും ആളുകൾ ഇത്തരത്തിൽ ഇതിനെ കണ്ട് പേടിച്ചോടുന്ന കാഴ്ചകൾ പല തവണ കണ്ടതാണ്. ഇതിനൊരു കൃത്യമായ പരിഹാരത്തിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. ഏതായാലും ആളുകൾ അവരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാമല്ലോ. ഈ മൂർഖൻ പാമ്പിനെ പോലുള്ള പാമ്പുകളുടെയൊക്കെ മുന്നിൽ പെട്ടുപോയാൽ അത് ഏതെങ്കിലും തരത്തിൽ അത് കടിക്കുന്ന അല്ലെങ്കിൽ അത് കൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന ഗുരുതരാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ രോഗികൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഇനിയിപ്പോൾ ഒരു രക്ഷയുള്ളത്. കാരണം നിരന്തരം ഇങ്ങനെ പാമ്പുകൾ വരുമ്പോൾ അതിനെന്താണ് പരിഹാരമെന്ന് അധികൃതർക്കും അറിയാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഈ പാമ്പുകളെ നിരന്തരം പിടികൂടാൻ തുടങ്ങിയതോടുകൂടി അവിടെയുള്ള കുറ്റിക്കാടുകളൊക്കെ വെട്ടിത്തെളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ പാമ്പുകൾ ആശുപത്രിക്കകത്തേക്ക് പ്രവേശിക്കുന്നതിൽ ബുദ്ധിമുട്ട് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ നിഖിൽ, ഇനിയിപ്പോൾ ഈ ഒരു പുതിയ സംഭവത്തോടു കൂടി എങ്കിലും അങ്ങനത്തിനൊക്കെ ഒരു അറുതി വരുന്നെങ്കിൽ വരട്ടെ, ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഭാഗ്യം കൊണ്ട് മാത്രം പലരും രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.